അമേരിക്കയുടെ അങ്ങോട്ടും ഇങ്ങോട്ടുമുള്ള ചാടിക്കളി ഉണ്ടല്ലോ, അതിനി നടപ്പില്ല. തീരുമാനം എന്താണോ അതറിയണം. രണ്ടിലൊന്നും അറിയാതെ ഇന്ത്യ പിൻവാങ്ങുകയുമില്ല. അഥവാ ഏതായാലും പോസിറ്റീവായാലും നെഗറ്റീവായാലും ഇന്ത്യക്ക് യാതൊരു കുഴപ്പമില്ല. ആ നിലപാടെടുത്ത് ഇന്ത്യയുടെ വാണിജ്യമന്ത്രി ഇന്ന് അമേരിക്കയിലെത്തിയിരിക്കുകയാണ്. എന്താവും ഇന്ത്യയും അമേരിക്കയും തമ്മിലുള്ള ബന്ധം? രണ്ടിലൊന്ന് അറിഞ്ഞേ നമ്മുടെ മന്ത്രി പീയൂഷ് ഗോയൽ തിരിച്ചു പോരാൻ സാധ്യതയുള്ളൂ. കാരണം ഇന്ത്യയും നിർണായകമായ ഒരു ഘട്ടത്തിലാണ്. ഈ കൺസിസ്റ്റൻസി ഇല്ലായ്മ ഉണ്ടല്ലോ, സ്ഥിരതയില്ലായ്മ, അതൊരു ഭരണകൂടത്തിനും ഭൂഷണമല്ല. ഇന്ത്യയുമായി യാതൊരു തരത്തിലുള്ള വ്യാപാര ബന്ധവും ആവശ്യമില്ലെങ്കിൽ വേണ്ടെന്ന് വെച്ചേക്ക്. അതിൻ്റെ കഷ്ടനഷ്ടങ്ങൾ യു എസും അമേരിക്കയും അനുഭവിക്കേണ്ടി വരും, ഇന്ത്യയും അനുഭവിക്കേണ്ടി വരും. പക്ഷേ തീരുമാനമെടുക്കൽ വളരെ പ്രധാനമാണ്. രാവിലെ ഇന്ത്യക്ക് താരിഫ് കൂട്ടുക, ഉച്ചയാകുമ്പോൾ ഇന്ത്യ എൻ്റെ സഹോദര രാജ്യമാണെന്ന് പറയുക, വൈകുന്നേരം ആകുമ്പോൾ വീണ്ടും ഇന്ത്യക്കാരെ ഞാൻ പണി കൊടുക്കും, ഇന്ത്യക്കാരെ വേണ്ടാന്ന് പറയും, വിസ റദ്ദാക്കും, വിസയുടെ ഫീസ് കൂട്ടും. ഇങ്ങനെ നിരന്തരമായി ഉപദ്രവിച്ചുകൊണ്ടിരിക്കുക. രാവിലെ പറയും റഷ്യയിൽ നിന്ന് എണ്ണ വാങ്ങാൻ പാടില്ല, പിറ്റേന്ന് പറയും താരിഫ്, ഇപ്പോൾ ഇന്ത്യക്ക് കാര്യങ്ങൾ മനസ്സിലായി, വൈകിപ്പോയി എന്ന് പറയും. ഇങ്ങനെ ഒരു സ്ഥിരതയും ഇല്ലാതെ ഒരു മനോനില തെറ്റിയ മനുഷ്യനെ പോലെ ലോകത്തിലെ ഏറ്റവും ശക്തമായൊരു രാജ്യത്തിൻ്റെ തലപ്പത്ത് ഡൊണാൾഡ് ട്രംപിനെ പോലെ ഒരു ഭരണാധികാരി വന്നതിൻ്റെ ദുരന്തങ്ങളാണ്. അത് തീർക്കാനാണ് തീരുമാനം. അത് തീർക്കാനുള്ള ഏറ്റവും ഒടുവിലത്തെ പ്രകോപനം ഇന്ത്യയും ഇപ്പോൾ ട്രംപിൻ്റെ ഈ രണ്ടാം ഭരണം അന്ന് മുതൽ അദ്ദേഹം ഇന്ത്യയെ വലിയ തോതിൽ ഉപദ്രവിച്ചുകൊണ്ടിരിക്കുകയാണ്. പക്ഷേ ഇപ്പോൾ ഏറ്റവും ഒടുവിലത്തേതാണ് ഈ H1B വിസയുടെ ഫീസ് കൂട്ടിയത്. എന്ന് ആലോചിച്ച് നോക്കൂ. 5 ലക്ഷം രൂപ ഉണ്ടായാൽ ഒരു അമേരിക്കൻ വിസ കിട്ടുമായിരുന്നു. അതിന് പകരം ഇപ്പോൾ $1,00,000 ആക്കിയിട്ട് മാറ്റൂ അമേരിക്കൻ വിസയുടെ ഫീസ്. $1,00,000 എന്ന് പറഞ്ഞാൽ 88 ലക്ഷം അല്ലെ, 88-ലേറെ ലക്ഷം ഇന്ത്യൻ രൂപയാണ്. ആലോചിച്ച് നോക്കൂ. ഒരു അമേരിക്കയിലെ ഒരു മനുഷ്യനെ, ഒരു ചെറുപ്പക്കാരന് പണിക്ക് പോകാൻ 1 കോടി രൂപ ആദ്യം ഉണ്ടാക്കാൻ എങ്ങനെ സാധിക്കാനാണ്? ആർക്ക് സാധിക്കാനാണ്? അപ്പോൾ അതുകൊണ്ട് അത് അന്യായമാണ്. ഓക്കെ, കാലാനുസൃതമായ മാറ്റം വരുത്താം വിസ ഫീസിൽ. 5 ഉള്ളത് 10 ആക്കാം, അല്ലെങ്കിൽ പരമാവധി 15 ആക്കാം. ഇത് 1 കോടി രൂപയുള്ള 88-90 ലക്ഷം രൂപ കൂട്ടുക, എന്നാലോചിച്ച് നോക്ക്, ഫീസ് കൂട്ടുക. അത് സഹിക്കാനാവില്ല എന്ന സമ്മർദ്ദം ഏറ്റവും ഒടുവിൽ ഇന്ത്യ ഗവൺമെൻറ്റിന് മേൽ വരുന്നത്. സമ്മർദ്ദം അത് തീർച്ചയായിട്ടും ഇന്ത്യക്ക് വലിയ പ്രഷറാണ്. ആരെയൊക്കെയാണ് അത് ബാധിക്കുന്നത്? ഒന്ന്, അമേരിക്കയിലെ വൻകിട സാമ്പത്തിക സാങ്കേതിക സ്ഥാപനങ്ങളിൽ പണിയെടുക്കുന്ന മനുഷ്യർ. നമ്മളെപ്പോഴും പറയാറുണ്ട്, ഇന്ത്യയുടെ അധ്വാനമാണ് അമേരിക്കയുടെ വലിയ സമ്പത്ത്. അമേരിക്കയിലെ ശരാശരി നമ്മൾ ഒരിക്കൽ പറഞ്ഞതാണ്, ഒരു ശരാശരി അമേരിക്കക്കാരൻ്റെ ഒരു വർഷത്തെ വാർഷിക വരുമാനം $70,000 ആണെങ്കിൽ അമേരിക്കയെ സമ്പന്നമാക്കുന്ന വൻകിട അധ്വാന ശക്തിയായ ഇന്ത്യക്കാരൻ്റെ, ഒരു അമേരിക്കൻ NRIയുടെ, അമേരിക്കയിൽ പണിയെടുക്കുന്ന ഇന്ത്യക്കാരൻ്റെ ഒരു വർഷത്തെ ശരാശരി വരുമാനം $1,20,000 ആണ്. എന്ന് പറഞ്ഞാൽ അമേരിക്കക്കാരൻ്റെ വരുമാനത്തേക്കാൾ ഇരട്ടിയാണ്. അങ്ങനെ ഉണ്ടാകുന്നത് എന്തുകൊണ്ടാണ്? ഇന്ത്യക്കാരൻ്റെ കമ്മിറ്റ്മെൻറ്റാണ്, അധ്വാനമാണ്, അവൻ്റെ വിശ്വാസ്യതയാണ്. അതുകൊണ്ടാണല്ലോ അമേരിക്കക്കാർ കഷ്ടപ്പെട്ടുണ്ടാക്കിയ പുതിയ കാലത്തെ വലിയ ടെക്കി കമ്പനികളുടെയൊക്കെ തലപ്പത്ത് ഇന്ത്യക്കാരല്ലേ. ആലോചിച്ച് നോക്കും. മൈക്രോസോഫ്റ്റിൻ്റെ തലപ്പത്ത് ഇന്ത്യക്കാരാണ്, ഗൂഗിളിൻ്റെ തലപ്പത്ത് ഇന്ത്യക്കാരാണ്. നമ്മുടെ തമിഴ്നാട്ടിലെ പാവം സുന്ദർ പിച്ചൈ അല്ലേ, സുന്ദരരാജൻ പിച്ചൈ, അപ്പുറത്ത് പിന്നെ ഹൈദരാബാദിൽ നിന്ന് പോയ സത്യം നദല്ല, അവരൊക്കെയാണ് തലപ്പത്ത്. എന്ന് പറഞ്ഞാൽ CEO ആണ് പോസ്റ്റ്, അതിൻ്റെ മെയിൻ ഒരാളില്ല. അങ്ങനെ ഇരിക്കുന്ന തരത്തിലുള്ള ആളുകളെയാണ് ഇത് ബാധിക്കുക. അവർക്ക് പോകണം, അവരുടെ കുടുംബത്തിന് പോകണം, വരണം. അപ്പോൾ അതിനിപ്പോൾ പറയുന്ന ന്യായം, ഒരു മുട്ട് ന്യായം എന്താ വെച്ചാൽ, തൽക്കാലം നിലവിലുള്ളവരെ ബാധിക്കില്ല എന്ന് പറഞ്ഞാൽ, നേരത്തെ വിസ എടുത്ത് അവിടെ പണിയെടുക്കുന്നവർക്ക് ഈ ഫീസ് ബാധകമല്ല. എന്നാലോ അവരുടെ ഒരു മോൻ അങ്ങോട്ട് ചെല്ലണം, അല്ലെങ്കിൽ ആ കമ്പനിയിലേക്ക് പുതിയ ഒരുത്തന് വിസക്ക് ചെല്ലണം. പുതിയ ഒരുത്തന് ഈ ഭീകരമായ ഫീസ് കൊടുത്ത് എങ്ങനെ ചെല്ലും? അമേരിക്കൻ കമ്പനികളിലേക്ക് ഇനി എങ്ങനെ ഇന്ത്യക്കാർക്ക് പോകാൻ പറ്റും? ഒരു ചോദ്യം. രണ്ടാമത്തെ ചോദ്യം, ഇത് അമേരിക്കൻ കമ്പനികൾക്ക് മാത്രം ബാധകമല്ല. ഇന്ത്യയിലെ വിഖ്യാതമായ കമ്പനികളൊക്കെ തന്നെയും അമേരിക്കയിൽ അവർക്ക് കോർപ്പറേറ്റ് ഓഫീസുകളുണ്ട്. അവിടെ പണിയെടുക്കുന്ന ഇന്ത്യക്കാർ മുഴുവനും ഇന്ത്യക്കാരാണ്. അതുകൊണ്ട് ഈ കോർപ്പറേറ്റ് സ്ഥാപനങ്ങളും കമ്പനികളും ഒക്കെ രംഗത്ത് വന്നിട്ടുണ്ട്. ഈ പ്രധാനപ്പെട്ട സ്ഥാപനങ്ങളൊക്കെ, ഇൻഫോസിസ് ഇന്ത്യയേക്കാൾ കൂടുതൽ വർക്ക് ചെയ്യുന്നുണ്ട് അമേരിക്കയിൽ. TCS, ടാറ്റ കൺസൾട്ടിംഗ് സർവീസ്, അവർക്ക് അമേരിക്കയിൽ വലിയ സംവിധാനങ്ങളുണ്ട്. വിപ്രോ, അവർക്ക് അമേരിക്കയിൽ സംവിധാനമുണ്ട്. അവിടെയൊക്കെ ഇന്ത്യക്കാർ പണിയെടുക്കുന്നുണ്ട്. അവർക്കൊക്കെ അമേരിക്കൻ വിസ കിട്ടണം. അമേരിക്കൻ വിസക്ക് ഇത്ര വലിയ ഫീസ് വാങ്ങിച്ചിട്ട് എങ്ങനെയാണ് ആ കമ്പനികൾ നടത്തിക്കൊണ്ടുപോകാൻ പറ്റുക? അതുകൊണ്ട് ഈ കമ്പനികൾ, ഇന്ത്യൻ കമ്പനികൾ തന്നെ ഇന്ത്യ ഗവൺമെൻറ്റിൻ്റെ മേൽ വലിയ സമ്മർദ്ദം. പ്ലീസ്, രണ്ടാമതൊന്നും അറിയണം, ഞങ്ങൾക്ക് ഇനി ഈ കമ്പനികൾ അമേരിക്കയിൽ നടത്തിക്കൊണ്ട് പോകണോ? അപ്പോൾ ഉള്ള പ്രശ്നങ്ങൾ വേറെയുണ്ട്. ആ കമ്പനികൾ അവിടെ തുടരാൻ പറ്റാതെ വൈൻഡപ്പ് ചെയ്യേണ്ടതെന്ന് വിചാരിച്ചോളൂ. വൈൻഡപ്പ് ചെയ്യുകയാണെങ്കിൽ അവിടെ പണിയെടുക്കുന്ന തൊഴിലാളികൾ, മാത്രമല്ല അമേരിക്കൻ കമ്പനികളിൽ നിന്ന് തിരിച്ചു പോരേണ്ടി വരുന്ന തൊഴിലാളികൾ, അവരുടെ പുനരധിവാസം,
അവരെ ഇവിടെ ഇന്ത്യയിൽ കൊണ്ടുവന്ന് പുനഃസ്ഥാപിക്കാൻ എടുക്കുന്ന സമയം അത് എത്ര ഇന്ത്യൻ കുടുംബങ്ങളെ ബാധിക്കും? അപ്പോൾ ഇന്ത്യ ഗവൺമെൻറ് രണ്ടും കൽപ്പിച്ച് മറ്റു പരിപാടികളൊക്കെ മാറ്റിവെച്ച് മോദിയുടെ നിർദ്ദേശപ്രകാരം പീയൂഷ് ഗോയൽ പോയിരിക്കുകയാണ്. അപ്പോൾ ഒന്ന് ഈ വിസയുടെ കേസാണ്. അതാണ് ഏറ്റവും ഒടുവിലത്തെ പ്രകോപനം. ഇതുവരെ കിട്ടിയതിൽ ഏറ്റവും വലിയ അടി ഇന്ത്യക്കാർക്ക് അതാണ്. രണ്ടാമത്തെ കാര്യം നമുക്കറിയാലോ, ഇന്ത്യയും അമേരിക്കയും തമ്മിൽ ഒരുപാട് തർക്ക വിഷയങ്ങളുണ്ട്. അതിലൊന്ന് റഷ്യൻ എണ്ണയാണ്. റഷ്യൻ എണ്ണ വാങ്ങാൻ പാടില്ല. അപ്പോൾ എന്ത് ന്യായമുണ്ട്? എന്ത് കാര്യം ആലോചിച്ചു? അപ്പോൾ നമ്മൾ പറഞ്ഞു നോക്കി, ഇത് ഞങ്ങളും റഷ്യയും തമ്മിലുള്ള മാന്യമായ കരാറാണ്, നിങ്ങളെ ബാധിക്കുന്ന പ്രശ്നമേ അല്ല. ഞങ്ങൾക്ക് എണ്ണ ആവശ്യമുണ്ട്. ഞങ്ങൾക്ക് ലോക മാർക്കറ്റിൽ കിട്ടുന്നതിൽ ഏറ്റവും നല്ല വിലക്ക്, ഏറ്റവും കുറച്ച് വിലക്ക് തരുന്ന അവരാണ്. ആ എണ്ണയാണ് ഞങ്ങൾ വാങ്ങുന്നത്. അത് പാടില്ല എന്ന് പറയുന്നത് എങ്ങനെയാണ്? ഞങ്ങളും അമേരിക്കയും തമ്മിലുള്ള വ്യാപാര കരാർ ഞങ്ങൾ മാന്യമായി പാലിക്കുന്നുണ്ട്. ഞങ്ങളും മറ്റു രാജ്യങ്ങളും തമ്മിൽ മാന്യമായി നടത്തുന്ന നിയമാനുസൃതമായ വ്യാപാരത്തെ നിങ്ങൾക്ക് എങ്ങനെ തടയാൻ പറ്റും? അതുകൊണ്ട് നിങ്ങൾക്ക് എന്താ നഷ്ടം? അപ്പോൾ റഷ്യ വ്യാപാരം നടത്തിയിട്ട് റഷ്യ സമ്പന്നമായാൽ എന്തോ അമേരിക്കയ്ക്ക് ഭീഷണി വരാൻ പോകുന്നു എന്നാണ് അവരുടെ ഭീതി. അത് നമ്മുടെ വിഷയമല്ലല്ലോ. മാത്രമല്ല, ഞങ്ങൾ ചെയ്യുന്ന തെറ്റാണ്. അമേരിക്ക പറഞ്ഞ കാര്യം അതാണ്. അമേരിക്കയും അമേരിക്കയുടെ ഏജന്റുമാരായ യൂറോപ്യൻ രാജ്യങ്ങളും ഒക്കെ പലപ്പോഴും പറഞ്ഞത് റഷ്യയും യുക്രൈനും തമ്മിൽ യുദ്ധം നടക്കുന്നു, റഷ്യ യുക്രൈനെ കീഴടക്കുന്നു. അങ്ങനെയാണെങ്കിൽ റഷ്യ ഉപയോഗിക്കുന്ന ആയുധങ്ങൾ മുഴുവൻ വാങ്ങുന്നത് ഇന്ത്യ കൊടുക്കുന്ന എണ്ണയ്ക്ക് കൊടുക്കുന്ന പണം കൊണ്ടാണ്. അതുകൊണ്ട് റഷ്യയുമായുള്ള വ്യാപാര ബന്ധം അവസാനിപ്പിക്കണം. അതിനും നമ്മൾ മറുപടി പറഞ്ഞു. ഓർമ്മയില്ലേ? ജയശങ്കർ വളരെ മനോഹരമായിട്ട് മറുപടി പറഞ്ഞു. അങ്ങനെയാണെങ്കിൽ ആ കുറ്റം ഞങ്ങൾ മാത്രമല്ലല്ലോ, നിങ്ങളുടെ അയൽപക്കക്കാരും ചെയ്യുന്നില്ലേ? ഞങ്ങളെക്കാൾ കൂടുതൽ ഇന്ത്യ വാങ്ങുന്നതിനേക്കാൾ 6 ഇരട്ടി എണ്ണ യൂറോപ്യൻ യൂണിയൻ രാജ്യങ്ങൾ വാങ്ങുന്നില്ലേ? നിങ്ങൾ ആദ്യം അവരോട് പറഞ്ഞിട്ട് വാ. അതൊരു അവരോട് പറയാൻ പാടില്ല എന്നാണ് ഞങ്ങളുടെ അഭിപ്രായം. കാരണം അവരും ചെയ്യുന്നത് മാന്യമായ ഇടപാടാണ്, ഞങ്ങളും അതേ ചെയ്യുള്ളൂ. അപ്പോൾ അത് സംസാരിക്കേണ്ടതുണ്ട്. ഇനി മേലാൽ ഇത് ആവർത്തിച്ച് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുക, റഷ്യയുടെ എണ്ണ വാങ്ങാൻ പാടില്ല, അതിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കാൻ പാടില്ല. ഒന്നുകിൽ അത് എന്നേക്കുമായി അവസാനിപ്പിക്കണം എന്ന് സംസാരിക്കാനാണ്. 3, ഈ ഒരു കാര്യം കണ്ടോ? ഒന്നെന്താ വെച്ചാൽ, റഷ്യ താരിഫ് കൂട്ടിയത് പീനൽ താരിഫാണ്. റഷ്യയല്ല, അമേരിക്ക. ഈ റഷ്യയിൽ നിന്ന് എണ്ണ വാങ്ങുന്നതിൻ്റെ പേരിൽ നമുക്ക് പിഴ ഏർപ്പെടുത്തിയതാണ്. അതാണ് ഈ പീനൽ താരിഫ്, ശിക്ഷാ താരിഫാണത്. അങ്ങനെയാണ് 25% ഉള്ളത് 50 ആക്കുക, 50-ൽ നിന്ന് 100 ആക്കുമെന്ന് പ്രഖ്യാപിക്കുക. യാതൊരു സ്ഥിരതയും ഇല്ലാതെ ചെയ്യുകയാണ്. നമ്മളും വെറുതെ ഇരുന്നില്ല. നമ്മൾ ആദ്യം ഒരു പണി കൊടുത്തു. തിരിച്ച് ഇന്ത്യയിൽ നിന്ന് അമേരിക്കയിലേക്ക് കയറ്റുമതി ചെയ്യുന്ന ഉൽപ്പന്നങ്ങൾക്കാണ്. അത് പ്രധാനമായിട്ടും സ്റ്റീലും അലൂമിനിയവുമാണ്. വളരെ വില കൂടിയ ഉൽപ്പന്നങ്ങളാണ്. അപ്പോൾ അതിൻ്റെ താരിഫാണ് കൂട്ടിയത്. പീനൽ താരിഫ് ഒരു അകാരണമായിട്ട് കൂട്ടി. അപ്പോൾ നമ്മളൊരു പണി കൊടുത്തു. ചില ഉൽപ്പന്നങ്ങൾ അമേരിക്ക വലിയ തോതിൽ ഇന്ത്യയിലേക്ക് ഇറക്കുമതി ചെയ്യുന്നുണ്ട്. പ്രത്യേകിച്ച് കാർഷിക ഉൽപ്പന്നങ്ങളാണ്. കാരണം ഏറ്റവും പ്രധാന ആപ്പിളാണ്. നമ്മുടെ മാർക്കറ്റിൽ കിട്ടുന്ന പ്രധാനപ്പെട്ട ആപ്പിളുകളൊക്കെ അമേരിക്കൻ ആപ്പിളാണ്. വളരെ കുറച്ചേ ഉള്ളൂ കാശ്മീരി ആപ്പിളൊക്കെ. അതുകൊണ്ട് അമേരിക്കൻ ആപ്പിള്, അതുപോലെ തന്നെയാണ് ബദാം ഏറ്റവും കൂടുതൽ ഇന്ത്യയിലേക്ക് വരുന്ന അമേരിക്കയിൽ നിന്നാണ്. അതുപോലെ വാൾനട്ടില്ലേ, നമ്മുടെ വാൾനട്ട് വരുന്നത്. അങ്ങനെയുള്ള വളരെ വാല്യുബിളായ ഉൽപ്പന്നങ്ങൾ ഇന്ത്യയിലേക്കും വരുന്നുണ്ട്. നമ്മൾ അവർക്ക് തിരിച്ച് റെസിപ്രോക്കൽ താരിഫ് കൊടുത്തു. അതിൻ്റെ താരിഫ് നമ്മളും അങ്ങോട്ട് കൂട്ടി. കാരണം വടിക്ക് വടിയാണല്ലോ കൊടുക്കേണ്ടത്, അല്ലാതെ അവനോട് സമാധാനം പറഞ്ഞിട്ട് കാര്യമില്ല. കേൾക്കുന്നില്ല. പ്രതിഷേധിച്ച് നോക്കി, പരാതിപ്പെട്ട് നോക്കി, കേൾക്കുന്നില്ല. അങ്ങനെയാണെങ്കിൽ ഞങ്ങൾ പണി തരാം. അപ്പോൾ എന്തായെന്ന് പറയും, അമേരിക്ക അനുഭവിച്ചു. അമേരിക്കയുടെ ഏറ്റവും പ്രധാനപ്പെട്ട കാർഷിക ഉൽപ്പന്നങ്ങൾ ഏറ്റവും കൂടുതൽ വാങ്ങിയിരുന്ന രാജ്യമാണ് ഇന്ത്യ. അവരും അനുഭവിച്ചു, 2 കൂട്ടരും അനുഭവിച്ചു. അപ്പോൾ അതുകൊണ്ട് ഇപ്പോൾ വന്നിരിക്കുന്ന എന്താ പ്രശ്നം എന്ന് വെച്ചാൽ, ഞങ്ങൾക്ക് ഇത്തരം കാര്യങ്ങൾ സംസാരിക്കാൻ ഞാൻ ഇന്ത്യൻ വാണിജ്യ മന്ത്രിയെ അങ്ങോട്ട് അയക്കുന്നു എന്ന ഒരു മെസ്സേജ് ഇന്ത്യ ഗവൺമെൻറ്റിൽ നിന്ന് പോയപ്പോൾ കിട്ടുന്നതിന് മുമ്പേ സമ്മതിച്ചു. വരണം, അടിയന്തരമായിട്ട് വരണം, നമുക്ക് സംസാരിക്കണം, ഞങ്ങൾ അങ്ങോട്ട് പറയാനിരിക്കുകയാണ് മിസ്റ്റർ മോദി എന്നൊക്കെ ഇങ്ങോട്ട്. അങ്ങനെയാണ് അടിയന്തരമായിട്ട് പോകുന്നത്. ഇനി ഒരു കാര്യം തീർച്ചയാണ് കേട്ടോ, ഈ പോകുന്നതിൻ്റെ പിന്നിൽ ഇതൊരു തീരുമാനമാക്കിയില്ലെങ്കിൽ ഒരു കാര്യം തീർച്ചയാണ്, നമുക്കും നഷ്ടമുണ്ട്. നമ്മൾ അമേരിക്കയോട് പറഞ്ഞില്ലെങ്കിലും അമേരിക്കയ്ക്കും അറിയാം, ഇന്ത്യക്കും അറിയാം. അമേരിക്കയ്ക്ക് നഷ്ടം ഉണ്ടായിട്ടുണ്ട്. അമേരിക്കയെ നമ്മൾ പാഠം പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. ഇന്ത്യക്കും നഷ്ടമുണ്ട്. ഇന്ത്യയിൽ നിന്ന് ഈ കയറ്റി അയക്കുന്ന, ഞാൻ പറഞ്ഞല്ലോ, സ്റ്റീലും അലൂമിനിയം ഒക്കെ വാല്യുബിളാണ്, ഭയങ്കര എക്സ്പെൻസീവാണ്, നല്ല വില കൂടിയ സാധനങ്ങളാണ്, മാത്രമല്ല തൂക്കം കൂടിയ സാധനങ്ങളാണ്. ഇത് കയറ്റി അയക്കുന്നതിൻ്റെ താരിഫ് കൂടുമ്പോൾ നമ്മുടെ നാട്ടിൽ നിന്ന് കയറ്റുമതി നിർത്തിവെച്ചു വ്യാപാരികൾ. വലിയ നഷ്ടം വരും അവർക്ക്. താരിഫ് 3 ഇരട്ടിയൊക്കെ ആയിട്ട് കൂട്ടുകയല്ലേ. അപ്പോൾ ഇന്ത്യയിലെ ഈ വ്യാപാരികൾ, സ്റ്റീൽ അലൂമിനിയം വ്യാപാരികൾ കയറ്റുമതി നിർത്തിവെച്ചു. ഏറ്റവും ഒടുവിലത്തെ ഒരു മാസത്തെ കണക്ക്, ഈ താരിഫ് വന്നതിന് ശേഷമുള്ള ഒരു മാസത്തെ കണക്ക്, കഴിഞ്ഞ ഒരു മാസം $1.15 ബില്യൺ കയറ്റുമതി കുറഞ്ഞു. 1 ബില്യൺ എന്ന് പറഞ്ഞാൽ 100 കോടിയാണ്. ഒരൊറ്റ മാസം കൊണ്ട് ഇന്ത്യൻ വ്യാപാരികൾക്ക്
ഈ 100-110 കോടി 115 കോടിയുടെ നഷ്ടമുണ്ടാകുന്നു, നിർത്തിവെച്ചിരിക്കുന്നു. അത് ഇന്ത്യൻ വ്യാപാരികളുടെ സമ്മർദ്ദവും ഇന്ത്യ ഗവൺമെൻറ് മീതെയുണ്ട്. എന്തായാലും ഇത് തീർത്തേ തീരൂ എന്ന വാശി ഇന്ത്യക്കുണ്ട്. അമേരിക്കക്കും ഇപ്പോൾ അത് സ്വീകരിക്കാമെന്ന് തോന്നിയിട്ടുണ്ട്. കാരണം നമ്മുടെ ചില തിരിച്ചടികൾ അവർക്കും ഈ പറഞ്ഞ പീനൽ താരിഫ് ഇങ്ങോട്ട് വരുമ്പോൾ റെസിപ്രോക്കൽ താരിഫ് അങ്ങോട്ടും പോകുമെന്ന് അവർക്ക് മനസ്സിലായിട്ടുണ്ട്. അതുകൊണ്ട് ഇന്ത്യ പഠിപ്പിക്കുന്ന പാഠത്തിന് മുമ്പിൽ ഇപ്പോൾ അമേരിക്കയും ഏതാണ്ട് നിലക്ക് നിൽക്കുന്ന അവസ്ഥയുണ്ട്. എനിക്ക് തോന്നുന്നത് നമുക്കിപ്പോൾ ഈ സമയത്ത് പറയാവുന്നത് ഇന്ന് നിർണായകമായ ഒരു ദിവസമാണ്. പീയൂഷ് ഗോയൽ അമേരിക്കയിലുണ്ട്. എന്ത് തീരുമാനമാകുമെന്നൊരു പക്ഷേ വൈകുന്നേരം നാളത്തെ മാധ്യമങ്ങളിലൂടെയൊക്കെ നമുക്ക് അറിയാൻ പറ്റുമായിരിക്കും. ഇപ്പോഴത്തെ അവസ്ഥയിൽ അമേരിക്ക മാന്യമായൊരു കരാറിന് ഇങ്ങനെ മാറ്റി പറയാതെ സുസ്ഥിരത ഇല്ലാത്ത ഒരു ഭരണകൂടത്തിന് പകരം ബ്ലാക്ക് ആൻഡ് വൈറ്റിൽ കൃത്യമായി രേഖപ്പെടുത്തുന്ന ഒരു കരാറ് ഇന്ന് തന്നെ ഉണ്ടാവാനാണ് സാധ്യത. നമുക്ക് എന്ത് സംഭവിക്കുമെന്ന് 24 മണിക്കൂറിന് അകം അറിയാൻ പറ്റും. നമുക്ക് കാത്തിരുന്ന് കാണാം. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.